ഗോവിന്ദ് സ്വാമിയുടെ മഹാസമാധിക്ക് മൃതദേഹവുമായുള്ള നാമജപ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർമ്മയുടെ റിപ്പോർട്ടർ പ്രദീപ് പാറശാല ചേരുകയാണ്. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായിട്ടുള്ള ഗോവിന്ദ് സ്വാമിയുടെ മഹാസമാധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാമജപയാത്ര ആരംഭിക്കുന്നതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു മഹാസമാധിയിലൂടെ തന്നെ നീങ്ങുന്നത്. നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഇത്തരത്തിൽ ഈ മഹാസമാധിയിൽ അണിചേരും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ആശുപത്രിയിൽ തന്നെ നിംസ് മെഡിസിറ്റിയിൽ തന്നെ നിരവധി ആൾക്കാരാണ് ഇപ്പോൾ തന്നെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഈ മഹാശോഭയാത്ര അല്ലെങ്കിൽ മഹാനാമജപയാത്രയ്ക്ക് അണിചേരുവാൻ തന്നെയാണ് ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. കൂടാതെ പോലീസുകാരുടെ വലിയൊരു നീണ്ട നിരയും ഇവിടെ കാണാൻ സാധിക്കും. നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ മറ്റുള്ള നടപടി ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഗോവിന്ദ് സ്വാമിയുടെ മരണത്തിൽ സംശയം ആരോപിച്ച് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയായിരുന്നു. കൊലപ്പെടുത്തിയതിനു ശേഷം സമാധിയാക്കി മൃതദേഹം ആരെയും അറിയിക്കാതെ ഒളിപ്പിച്ച് സംസ്കരിച്ചു എന്നുള്ള ആരോപണമായിരുന്നു കുടുംബത്തിനെതിരെ ഇവർ ഉയർത്തിയത്. കുടുംബത്തിലെ ഗോവിന്ദ് സ്വാമിയുടെ 2 മക്കളെ കൊലപാതകികളാക്കി വരെ ഇവർ ചിത്രീകരിച്ചിരുന്നു. വൻ വിവാദത്തിനൊടുവിൽ പോലീസ് കേസും ജാമ്യമില്ലാത്ത രീതിയിൽ വരേക്കും പ്രചരണങ്ങളൊക്കെ നടന്നു. തുടർന്ന് കേസ് ഹൈക്കോടതിയിൽ എത്തി. പ്രാഥമികമായി തന്നെ കല്ലറ തുറന്നു നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാധാരണ രീതിയിലുള്ള മരണം എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നു. തുടർന്ന് വിമർശകരും വിവാദമുണ്ടാക്കിയവരുമെല്ലാം ഇപ്പോൾ അവർക്ക് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല സാധാരണ രീതിയിൽ മരണം എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. തുടർന്ന് വിമർശകരും വിവാദമുണ്ടാക്കിയവരുമെല്ലാം ഇപ്പോൾ അവർക്ക് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം മരണങ്ങൾ ഒരു മതപരമായ രീതിയിലേക്ക് വലിയ പ്രാധാന്യത്തോടെ ഒന്നും തന്നെ വരുന്നതല്ല. പക്ഷേ ഗോവിന്ദ് സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ പ്രചരണത്തിനും സമൂഹം അറിയാനും ഇടവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഘോഷപൂർവമായ രീതിയിൽ ഒരു വിടവാങ്ങൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. വൻ ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സംസ്കാരം 2 പ്രാവശ്യം മൃതദേഹം സംസ്കാര ചടങ്ങുകൾ എന്നതും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് ആദ്യം സമാധിയാണ് ഉണ്ടായത്, ഇപ്പോൾ അത് മഹാസമാധിയിലേക്ക് മാറ്റപ്പെടുകയാണ്. മാത്രമല്ല മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള നാമജപ ഘോഷയാത്രയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരെയും സംസ്കാരത്തിന് കുടുംബം, ഹിന്ദു സംഘടനകൾ അടക്കം ഇവർ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോവിന്ദ് സ്വാമിയുടെ മൃതദേഹം പ്രത്യേകം അലങ്കൃതമായ വാഹനത്തിൽ വലിയ വിലാപയാത്രയായി അല്ലെങ്കിൽ നാമജപ ഘോഷയാത്രയായി എന്നൊക്കെ വേണം പറയാൻ, ആ രീതിയിലാണ് എത്തിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഗോവിന്ദ് സ്വാമിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപ യാത്ര. അതും കേരളത്തിൽ അത്യപൂർവമായ ഒരു സംസ്കാര ചടങ്ങാണ്. നിരവധി സംസ്കാര ചടങ്ങുകളൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ തന്നെ 2ാം സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അത് മഹാസമാധി, നാമജപ ഘോഷയാത്ര എന്നിവയൊക്കെ ഏറെ ശ്രദ്ധ ആകർഷിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയ ജനക്കൂട്ടം തന്നെയാണ് സംസ്കാര യാത്ര കാണുവാൻ കടന്നു പോകുന്ന വഴികളിൽ ഇപ്പോൾ തിങ്ങിക്കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഗോവിന്ദ് സ്വാമിക്ക് വേണ്ടി പുതിയ സമാധി മണ്ഡപം വരെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് വീട്ടുവളപ്പിൽ തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ സമാധി അറയുടെ അതേ സ്ഥലത്താണ് ഋഷിപീഠം എന്നു പേരുള്ള പുതിയ ഒരു മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി, VSDP ഉൾപ്പെടെയുള്ള സംഘടനകളും നേതൃത്വം നൽകുന്നു. 10-ലധികം സന്യാസിമാർ ഇവിടെ എത്തുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ മഠങ്ങളും അധിപന്മാരും ഒക്കെ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വീടിന് മുന്നിൽ ഒരു പന്തൽ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ചടങ്ങിലേക്ക് കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹാസമാധി നടക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാമജപ ഘോഷയാത്ര തന്നെ വൻ ജനക്കൂട്ടത്തോടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇനിയും വരാനുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം.